നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് വിഫ എന്ന ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചിരിക്കുകയാണ്, കര തൊട്ടിരിക്കുന്നു. പലയിടത്തുമായി കനത്ത നാശനഷ്ടം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യങ്ങളിലൊക്കെ. വിയറ്റ്നാമിൽ കര തൊട്ടിരിക്കുന്നു, ഫിലിപ്പീൻസിൽ അതിരൂക്ഷമായ കെടുതി വരുത്തി വച്ചിരിക്കുന്നു. തെക്കൻ ചൈന കടലിലാണ് വിഫ എന്ന ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. എന്നാൽ ഈ ചുഴലിക്കാറ്റ് ഇപ്പോൾ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായി മാറി വടക്കൻ വിയറ്റ്നാമിൽ കര തൊട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൊവ്വാഴ്ച ദിവസം രാവിലെ പ്രാദേശിക സമയം 10 മണിയോടുകൂടി വിഫ കരതൊട്ട് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. ഇപ്പോൾ തെക്ക് കിഴക്ക് ദിശയിലേക്കാണ് വിഫയുടെ നീക്കം. അതുതന്നെയാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഹനോയിലുള്ള കിഴക്ക് ഭാഗത്തെ ഹങ്യൻ പ്രവിശ്യയുടെ പല മേഖലകളിലും വിഫ ചുഴലിക്കാറ്റ് ശക്തമായി ആഞ്ഞടിക്കുന്നതിലൂടെ പല കെടുതികളും സംഭവിച്ചിരിക്കുകയാണ്. പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുന്നു. തലസ്ഥാന നഗരമായ ഹനോയി എന്ന് പറയുന്ന നഗരം ആൾപ്പാർപ്പില്ലാത്തൊരു മേഖലയായി മാറുന്നു. ജനങ്ങളെ മുഴുവൻ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. ചുഴലിക്കാറ്റിൻ്റെ ഈ ഒരു കടന്നുവരവോടുകൂടി കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിട്ട് ജനങ്ങൾ വീട് വിട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വിജനമായ ഭൂപ്രദേശമായി ഹനോയി മാറിയിരിക്കുന്നു. നിലവിൽ വീടുകളിലുള്ളവർ അവിടെ തന്നെ തുടരാമെന്ന നിർദ്ദേശമാണ് സർക്കാർ സംവിധാനങ്ങൾ നൽകിയിരിക്കുന്നത്. പ്രളയ സാധ്യതാ മുന്നറിയിപ്പടക്കം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മേഖലകളിലുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. റിലീഫ് ഹോമുകളിലേക്ക് ഇതിനോടകം തന്നെ അധികൃതർ മാറ്റിയിട്ടുണ്ട്. 500 മില്ലിമീറ്റർ വരെ മഴ പെയ്യാനുള്ള സാധ്യത രാജ്യത്ത് നിലനിൽക്കുന്നുവെന്നാണ് രാവിലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിഭീകരമായ പ്രളയ സാധ്യത ഇതുതന്നെയാണ് നിലനിൽക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് സൈനികരെ ഇതിനെ പ്രതിരോധിക്കാനായി അണിനിരത്തിയിരിക്കുന്നുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തുറമുഖ നഗരമായ ഹങ്ഫോങ്, ക്വാങ്നിൻ പ്രവിശ്യ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. വടക്കൻ വിയറ്റ്നാമിലുടനീളം വിമാന സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പ്രളയസാധ്യതാ മുന്നറിയിപ്പ് വലിയ രീതിയിൽ തന്നെയാണ് വിയറ്റ്നാം സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രിയോടെ വിഫ ന്യൂനമർദ്ദമായി ദുർബലമാകുമെന്ന ഒരു വിലയിരുത്തലാണ് കടന്നു പോകുന്നത്. അതല്ല എങ്കിൽ രാജ്യത്തെ തന്നെ താറുമാറാക്കുന്ന ഒരു വലിയ ദുരന്തമായി ഇത് മാറുമെന്ന ഭീതിയും ഉയർന്നു നിൽക്കുന്നുണ്ട്. വിയറ്റ്നാം മാത്രമല്ല, ഫിലിപ്പീൻസിനെയാണ് അതിരൂക്ഷമായി ഈ കൊടുങ്കാറ്റ് ബാധിച്ചിരിക്കുന്നത്. കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു. കൊടുങ്കാറ്റിനെ തുടർന്ന് അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിലിപ്പീൻസിൽ. തലസ്ഥാന നഗരമായ മനിലയിൽ വലിയ വെള്ളപ്പൊക്കമാണ് ഇതുമൂലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പ്രളയസമാനമായ സാഹചര്യം ഫിലിപ്പീൻസിനെയും ബാധിക്കുന്നുണ്ട്. 5 പേരിലധികം ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഫിലിപ്പീൻസിൽ ഉണ്ടായിരിക്കുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഓഫീസുകളും സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളും ഒക്കെ തന്നെ അടച്ചിടുന്ന സാഹചര്യം. മരിക്കീന നദിയുടെ തീരങ്ങളിൽ താമസിച്ച 25,000-ലധികം ആളുകളെയാണ് അപകട സാധ്യത മുൻകൂട്ടി കണ്ട് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നത്. 5ഓളം പേർക്ക് ഗുരുതരമായി അവിടെ പരിക്ക് പറ്റിയതായിട്ടുള്ള റിപ്പോർട്ടും അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഫിലിപ്പീൻ നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് കൗൺസിൽ 7 പേരെ കാണുവാനില്ല എന്ന റിപ്പോർട്ട് അടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. ഫിലിപ്പീൻസിനെയും അതുപോലെ തന്നെ വിയറ്റ്നാമിനെയും സംബന്ധിച്ച് നിരന്തരം ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ അലട്ടുകയാണ്. ഫിലിപ്പീൻസിനെ മാത്രം എടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഏറ്റവും കുറഞ്ഞത് 20-ലധികം ചുഴലിക്കാറ്റാണ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ താറുമാറാക്കുന്നത്, ബാധിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഇതിനൊക്കെ തന്നെ കാരണമായിട്ടുള്ളത്. അതിലൂടെ ചുഴലിക്കാറ്റുകൾ അതിശക്തമായി രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു സാഹചര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തും ഉണ്ടാകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.